കിണറ് നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളം കാര്യങ്ങളെല്ലാം കിണറിലുണ്ട്. പക്ഷെ കിണറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, കിണറിൽ എപ്പോഴും സ്റ്റിൽ വാട്ടർ ആയിരിക്കും. പുഴയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കിണറിൽ അനങ്ങാതെ നിൽക്കുന്ന വെള്ളമാണ്. എപ്പോഴും അനങ്ങുന്ന വെള്ളത്തിലായിരിക്കും ജീവന്റെ സ്പന്ദനം ഉണ്ടാവുള്ളൂ. വെള്ളം മൂവിങ് ആയിരിക്കണം. വെള്ളം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ജീവികൾക്കൊക്കെ ഓക്സിജൻ ഇല്ലാണ്ട് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓക്സിജൻ കലർന്ന വെള്ളം, എയർ മിക്സ് ആയിട്ടുള്ള വെള്ളത്തിൽ മാത്രമേ ഏതൊരു ലിവിങ് ബീങ്ങിനും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കിണറിൽ അനങ്ങാതെ നിൽക്കുന്ന വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് ടാങ്കിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ ശ്വാസം മുട്ടി മരിക്കും. സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അലങ്കാര മത്സ്യമേഖലയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട 3 മത്സ്യങ്ങളാണ്. നമ്മുടെ ഏഞ്ചൽ, ഓസ്കാർ, ഡിസ്കസ്. ഈ 3 മത്സ്യങ്ങളുടെയും വാട്ടർ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് മുന്നേ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശിവപ്രസാദിൻ്റെ അന്നമനടയിലുള്ള ശിവപ്രസാദിൻ്റെ ഫാമിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. ഈ 3 മീനുകളും ഏകദേശം ഒരേ രീതിയിലാണ് ഇവരുടെ ബ്രീഡിങ്. അപ്പോൾ അവർക്ക് വേണ്ട വാട്ടർ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പോൾ നമ്മൾ മെയിനായിട്ടും ഏഞ്ചല്, ഓസ്കാർ, അതുപോലെ തന്നെ ഡിസ്കസ്, ഈ 3 ഫിഷുകൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രീഡിംഗ് കണ്ടീഷൻ ആവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്ടർ ക്വാളിറ്റി, വാട്ടറിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് നമ്മൾ ഇന്നത്തെ ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോ ഈ 3 ഫിഷും പറഞ്ഞല്ലോ, ഈ 3 ഫിഷിനെയും കൂടി നമ്മൾ ഒരുമിച്ച് പറയണമെങ്കിൽ നമുക്കിത് ഇവരെല്ലാം ഒരേ രീതിയിലാണോ നമ്മുടെ കാര്യങ്ങൾ? ഏകദേശം ഒരേ രീതിയിലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോൺ റിവറിലാണ് മെയിനായിട്ട് നമ്മുടെ ഓസ്കാർ ആണെന്നുണ്ടെങ്കിലും ഏഞ്ചലാണെങ്കിലും ഡിസ്കസ് ആണെങ്കിലും ഒക്കെ വന്നിട്ടുള്ളത്. ഭൂരിഭാഗം ഓൾമോസ്റ്റ് എല്ലാ ഓർണമെന്റൽ ഫിഷ് അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ ആമസോൺ റിവറിലൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് വാട്ടറും അസിഡിക്കും ആയിരിക്കും. ഓക്കെ, അപ്പൊ സോഫ്റ്റ് വാട്ടർ അസിഡിക് എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കസിന്റെ, ഏഞ്ചലിന്റെയും ഓസ്കാറിന്റെയും കണ്ടീഷൻ. ഇപ്പൊ നമുക്കറിയാം അസിഡിക് പോകുമ്പോഴേ നമുക്ക് ഇവിടെ വരുമ്പോ നമുക്ക് ഇവിടെ ഏറ്റവും നന്നായിട്ട് അങ്ങനെ ഒരു വാട്ടർ ഏത് അതാണ്. ഇപ്പൊ ഓസ്കാർ ഇപ്പൊ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടാവല്ലോ, ചാലക്കുടി പുഴയുടെ തീരത്തുള്ള ഫാമുകളിലെല്ലാം ഓസ്കാർ നല്ല രീതിയിൽ ബ്രീഡ് ആവുന്നുണ്ടെന്നുള്ളത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിവറാണ്. ചാലക്കുടി പുഴയുടെ റിവറും ആമസോണിലെ റിവറും തമ്മിൽ ഏകദേശം അതിന്റെ വാട്ടർ പാരാമീറ്റേഴ്സിൽ സെയിമാണ്. കാരണം സോഫ്റ്റ് ആണ്, അസിഡിക് ആണ്. അപ്പൊ അതിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള കിണറുകളിലെല്ലാം ഏകദേശം സെയിം പാരാമീറ്റേഴ്സ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ സോഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ചില സ്ഥലത്ത് ബോർവെല്ലൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൽ ഇരുമ്പിന്റെ അംശം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കോപ്പറിന്റെ, അല്ലെങ്കിൽ അതുപോലെ ഹെവി മെറ്റൽസിന്റെ അംശങ്ങൾ കൂടുതലായിരിക്കും. അത് ഡിസ്കസിന് ഒരു കാരണവശാലും അത് ഒരിക്കലും മാച്ച് ആവുന്ന ഒരു വാട്ടർ അല്ല. അപ്പൊ അതേപോലുള്ള മെറ്റൽസ് ഇല്ലാത്ത വാട്ടർ, അതാണ് സോഫ്റ്റ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏഞ്ചലിനും അതേ വാട്ടർ തന്നെയാണ് വേണ്ടത്, നമ്മുടെ ഓസ്കാറിനും അതേ ഇത് തന്നെയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് പുഴവെള്ളം, ഇപ്പൊ ചാലക്കുടി മാത്രമല്ല, നമുക്ക് പുഴയിലെ ഏത് വെള്ളത്തിലും നമുക്ക് ഇവരെ ഏത് സോഫ്റ്റ് വാട്ടർ ആയിരിക്കുമോ പുഴയിലെ വെള്ളങ്ങളെല്ലാം? പുഴയിൽ ഇപ്പോഴുള്ള പുഴയുടെ വെള്ളം പറയാൻ പറ്റില്ല. പണ്ട് കാലത്തെ പുഴയുടെ വെള്ളം ആയിരുന്നെങ്കിൽ ഓക്കെ. ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഫാക്ടറികളിലത്തെയും പല കൃഷി സ്ഥലത്തെയും കെമിക്കൽസും എല്ലാം പുഴയിലേക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ? അല്ല, പുഴയിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണല്ലോ എല്ലാ പുഴകളും ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതില് ഹെവി മെറ്റൽസ് അല്ലാണ്ട് തന്നെ വേറെ കെമിക്കൽസ് ഇഷ്ടംപോലെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് ഇപ്പൊ ഫിഷ് ഫാമിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രശ്നമാണ്. അത്രയും നല്ല രീതിയിൽ ഒഴുകുന്ന പുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സാൻഡ് ഫിൽറ്റർ, അങ്ങനെയുള്ള കുറച്ച് ഫിൽറ്റർ സിസ്റ്റത്തിലൂടെ പാസ് ചെയ്ത് വിട്ടിട്ട് നമുക്ക് ആ വാട്ടർ യൂസ് ചെയ്യാം. പുഴയിൽ നമുക്ക് ഡയറക്റ്റ് ചില സ്ഥലത്ത് പമ്പ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ വെള്ളം വരുന്ന സമയത്ത്. ഇപ്പൊ ചില സ്ഥലത്ത് ഇപ്പൊ അടുത്തുള്ള ഒരു ഫാക്ടറിയിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഡാമേജ് ആവും. അതുപോലെ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ പുഴയില് നമ്മുടെ മഴവെള്ളം വരുന്ന സമയത്ത് റെഡ് കളർ വെള്ളമായിരിക്കും വരുന്നത്. അപ്പൊ അതിൽ ഇരുമ്പിന്റെ അംശം കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അത് നമുക്ക് ആ സമയത്ത് പുഴയിലെ വെള്ളം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്ഥിരമായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പാടായിരിക്കും. ഏറ്റവും ബെസ്റ്റ് വെള്ളം എപ്പോഴും കിണർ വെള്ളം തന്നെയായിരിക്കും. കാരണം കിണർ വെള്ളം എപ്പോഴും 100% പ്യൂറും ഫിൽറ്റേർഡ് ആയിരിക്കും. അപ്പോഴേ ഇവർക്ക് ശരിക്കും pH, നമ്മളിപ്പോ ഈ പറഞ്ഞ ഏഞ്ചലിനും ഓസ്കാറിനും ഡിസ്കസിനൊക്കെ pH ഏകദേശം എത്ര മുതൽ എത്ര വരെ ആവുന്നു? അതാണ് ഞാൻ അസിഡിക് വാട്ടർ എന്ന് ഉദ്ദേശിച്ചത്. അസിഡിക് എന്ന് ഉദ്ദേശിക്കുന്നത് pH കുറഞ്ഞ വെള്ളം. അതായത് കിണറിലെ വെള്ളം ചിലപ്പോ 6 ആയിരിക്കും pH, 5.5 pH വരെ 5.5 pH ഉണ്ടാവാം. പക്ഷെ ഏഞ്ചലിനും ഡിസ്കസിനും ഓസ്കാറിനും പേടിക്കാനില്ല. എന്റെ കിണറിലെ വെള്ളം 5.5-6 pH ഒക്കെയാണ്. നോ പ്രോബ്ലം. നമ്മൾ ഡയറക്റ്റ് ആണ് ഞാൻ അടിക്കുന്നത്. വെള്ളം മാറ്റി കഴിഞ്ഞാൽ ഡയറക്റ്റ് 100% നമ്മൾ ഓസ്കാറിന്റെ ടാങ്കിൽ വെള്ളം മാറ്റുന്നത്. അപ്പൊ അതിൽ ഫുള്ള് വെള്ളം പറ്റിച്ച് ഫുൾ വെള്ളം കിണറിൽ നിന്ന് നേരിട്ട് പമ്പ് ചെയ്യാണ്. അതേസമയം ഓസ്കാറിനും ഏഞ്ചലിനും 2 ദിവസം നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്ക് പിടിച്ചിട്ടതിന് ശേഷം നമ്മള് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്.
ഇപ്പൊ ഡയറക്റ്റ് അടിച്ചാലും വെള്ളം നമ്മുടെ സ്റ്റോറേജ് ടാങ്കിലേക്ക് പിടിച്ചിടും. നമ്മുടെ ടെറസിന്റെ മുകളിൽ സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്. അപ്പൊ ഇന്ന് അടിച്ചിട്ടെങ്കിൽ നാളെ യൂസ് ചെയ്യാം. എന്താണ് വ്യത്യാസം വരുന്നത്? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിണറ് നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളം കാര്യങ്ങളെല്ലാം കിണറിലുണ്ട്. പക്ഷെ കിണറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, കിണറിൽ എപ്പോഴും സ്റ്റിൽ വാട്ടർ ആയിരിക്കും. പുഴയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കിണറിൽ അനങ്ങാതെ നിൽക്കുന്ന വെള്ളമാണ്. എപ്പോഴും അനങ്ങുന്ന വെള്ളത്തിലായിരിക്കും ജീവന്റെ സ്പന്ദനം ഉണ്ടാവുള്ളൂ. വെള്ളം മൂവിങ് ആയിരിക്കണം. വെള്ളം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ജീവികൾക്കൊക്കെ ഓക്സിജൻ ഇല്ലാണ്ട് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓക്സിജൻ കലർന്ന വെള്ളം, എയർ മിക്സ് ആയിട്ടുള്ള വെള്ളത്തിൽ മാത്രമേ ഏതൊരു ലിവിങ് ബീങ്ങിനും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കിണറിൽ അനങ്ങാതെ നിൽക്കുന്ന വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് ടാങ്കിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ ശ്വാസം മുട്ടി മരിക്കും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം ഓൾറെഡി ടാങ്കിൽ കിടക്കുന്ന വെള്ളം ഫിഷ് കിടന്ന് പൊല്യൂട്ടഡ് ആയുള്ളതാണെന്നുണ്ടെങ്കിൽ pH കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അമോണിയയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും, നൈട്രേറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മളെ ഇട്ടിരിക്കുന്ന ഫുഡ് വേസ്റ്റും അതും ഇതും ഡീക്കേ ആയിട്ടുള്ള പ്ലാന്റ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ pH ചേഞ്ച് ആവും. പിന്നെ സിമെന്റ് ടാങ്കിലാണെന്നുണ്ടെങ്കിൽ pH നമ്മൾ അടിച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ 2-3 pH കൂടും. അങ്ങനെ വരുന്നില്ല. സിമെന്റ് ടാങ്കിൽ നമ്മൾ ഈ കിണറിൽ നിന്ന് ഡയറക്റ്റ് ഇപ്പൊ 6 ഉള്ളൊരു pH അടിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ 7-7.5 ആവും. അത് സിമെന്റ് ടാങ്ക് എന്ന് വെച്ചാൽ സിമെന്റ് ആൽക്കലൈൻ ആണ്. അപ്പൊ സോഡാപ്പൊടിയുടെ സെയിം വർക്കിംഗ് തന്നെയായിരിക്കും, pH കൂട്ടും. അപ്പൊ സിമെന്റ് ടാങ്കുകളിൽ നമുക്ക് ഒരിക്കലും ഡിസ്കസിന് ഇടാൻ പറ്റില്ല. കാരണം ഡിസ്കസ് അസിഡിക് വെള്ളം ഇഷ്ടപ്പെടുന്നവരാണ്. അതിനെ സിമെന്റ് ടാങ്കിൽ ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിഷ് ഡാമേജ് ആവും. അതേ ഏഞ്ചല് വലിയ പ്രശ്നമില്ല. ഏഞ്ചലിന് അസിഡിക് തന്നെ വേണം നിർബന്ധമില്ല. 7.5 വരെ ഓക്കെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ മുകളിലെ ടാങ്കിലേക്ക് നിങ്ങൾ കിണറിന് വെള്ളം അടിച്ചിട്ട് അതിൽ എയറേഷൻ കൊടുക്കുന്നുണ്ട്. എയറേഷൻ അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്തിടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒന്നിൽ അതിൽ എയർ കൊടുത്ത് വെക്കുക. തൽക്കാലം ഞാൻ എയർ കൊടുത്തിട്ടില്ല. എയർ കൊടുത്തില്ലെങ്കിലും നമ്മൾ ഏതൊരു ടാങ്കിലേക്കും വെള്ളം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഫോഴ്സില് ടാങ്കിലേക്ക് വീഴാൻ പാകത്തിന്. അതായത് നമ്മൾ കുറച്ച് പൊക്കി പിടിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിലും വെള്ളം ടാങ്കിലേക്ക് നിറയ്ക്കുമ്പോൾ നമ്മൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഓസ് കുറച്ച് മുകളിലേക്ക് പൊക്കി പിടിക്കുക. അപ്പൊ വെള്ളം വന്ന് വെള്ളത്തിൽ ഈ ഓസിൽ നിന്ന് വരുന്ന വെള്ളം ടാങ്കിലേക്ക് വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ബബിൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും വീഴുന്നത്. അപ്പൊ വെള്ളം വീഴുന്ന അനുസരിച്ച് ആ വീഴുന്ന വെള്ളം ഓക്സിജനേറ്റ് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അത് നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ഇട്ട് കിണറിൽ നിന്ന് പമ്പ് ചെയ്യുമ്പോൾ ടാങ്കിൽ ഒരിക്കലും ഓസ് മുക്കിയിടരുത്. ഓസ് മുക്കിയിട്ട് ടാങ്കിൽ വെള്ളം നിറച്ചാൽ മീനുകൾ അപ്പൊ തന്നെ മുകളിലേക്ക് പൊന്തി വരും. ശ്വാസം കിട്ടാണ്ട് ശ്വാസം കൂട്ടി മീനുകൾ മരിക്കും. ബൾക്കായിട്ടാണ് മീൻ ഇട്ടേക്കണമെങ്കിൽ. നേരെ മറിച്ച് നമ്മൾ ഓസ് പൊക്കി പിടിച്ച് നല്ല പ്രഷറിൽ വെള്ളം അടിക്കുക. അപ്പൊ ടാങ്കിൽ നല്ല പതയോട് കൂടിയായിരിക്കും വെള്ളം ഫില്ലായിക്കൊണ്ടിരിക്കണേ. അതായത് വന്ന് വീഴുന്ന വെള്ളം ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പ ഓക്സിജനേറ്റ് ആയിക്കൊണ്ടാണ് ടാങ്കിലേക്ക് വരുന്നത്. അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ മുകളിലേക്ക് നമ്മൾ ടാങ്കിൽ വെള്ളം അടിക്കുമ്പോൾ ഓൾറെഡി അതിലേക്ക് എയർ മിക്സ് ആയിട്ടാണ് അതിലേക്ക് ഞാൻ പ്രഷർ ചെയ്തിട്ടാണ് ഞാൻ നിറയ്ക്കണം. പിന്നെ അതുകൂടാതെ നമ്മൾ അക്വേറിയത്തിലേക്ക് ഒഴിക്കുന്നതും കുറച്ച് പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നായിരിക്കും നമ്മളെ ഒഴിക്കുക. അതായത് ഓസ് ഒരിക്കലും ടാങ്കിന്റെ അടിയിലോട്ട് മുക്കിയിട്ട് വെള്ളം നിറയ്ക്കരുത്. കുറച്ച് പൊക്കി വെച്ച് നിറയ്ക്കുക കുറച്ചെങ്കിലും. അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം മാറും. പിന്നെ വേറൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം അടിച്ചിട്ട് കഴിയുമ്പോൾ pH ഒന്ന് നോർമൽ ആവും. ഈ എയർ ആയിട്ട് മിക്സ് ആയി കഴിയുമ്പോ ഏകദേശം 7 ആവൂല, ഒരു അര pH ഒക്കെ കുറഞ്ഞിരിക്കും അപ്പൊ തന്നെ. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പഴയ ടാങ്കിലെ വെള്ളം മാറ്റുന്ന സമയത്ത് pH ഷോക്ക് വരും. അതായത് pH മാത്രമല്ല, പല ടൈപ്പ് ഷോക്കുകളുണ്ട്. pH ഷോക്ക് ഉണ്ട്, അമോണിയയുടെ സ്ട്രൈക്ക് കാരണം വരുന്ന അമോണിയ സ്പൈക്ക് കാരണം വരുന്ന ഷോക്ക് ഉണ്ട്, ടെമ്പറേച്ചർ ഷോക്ക് ഉണ്ട്, സലൈനിറ്റി ഷോക്ക് ഉണ്ട്. ഈ പറഞ്ഞ ഷോക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഏതെങ്കിലും ഒരു സാധനത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ മീനുകൾ ഷോക്ക് ആവും. അപ്പൊ ഇതിന് നമുക്ക് എന്താണ് പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 100% വെള്ളം മാറ്റരുത്, 50%. അതാണ് എപ്പോഴും നമ്മൾ 25% വെള്ളം മാറ്റണം എന്ന് പറഞ്ഞാൽ. റെഗുലർ വാട്ടർ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 25% ആയിരിക്കും വെള്ളം മാറ്റേണ്ടത്, അഴുക്ക് വലിച്ചു കളയാം. അപ്പൊ പുതിയ 25% വരുമ്പോൾ വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. pH പെട്ടെന്ന് കൂടുതലായിട്ട് മാറ്റം വരില്ല, ടെമ്പറേച്ചർ പെട്ടെന്ന് മാറ്റം വരില്ല, സലൈനിറ്റി പെട്ടെന്ന് മാറ്റം വരില്ല. സലൈനിറ്റി മാറ്റം വരും. നമ്മൾ ഉപ്പ് ഉപയോഗിക്കണമെങ്കിലേ സലൈനിറ്റിക്ക് പ്രശ്നം വരുള്ളൂ. അല്ലെങ്കിൽ കിണർ വെള്ളത്തിൽ ഒരിക്കലും ഉപ്പ് ഉണ്ടാകാൻ വഴിയില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ടെമ്പറേച്ചറും ഇതും തണുപ്പ് കാലത്ത് നമ്മൾ അല്ലെങ്കിൽ ചൂട് കാലത്ത് നമ്മൾ പെട്ടെന്ന് ഉച്ച സമയത്ത് വെള്ളം മാറ്റി കഴിഞ്ഞാൽ വെള്ളം ഓൾറെഡി നമ്മുടെ ടാങ്കിലെ വെള്ളം ചൂടായിരിക്കും. പെട്ടെന്ന് നമ്മൾ കിണറിലെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിലോട്ട് മീൻ വരുമ്പോൾ സ്ട്രെസ് വരും. സ്ട്രെസ് വരുമ്പോൾ മീനിന്റെ ഇമ്മ്യൂണിറ്റി കുറയും. ആ സമയത്ത് വെള്ളത്തിലുള്ള ബാക്ടീരിയ നീ അസുഖങ്ങൾ കയറി പിടിക്കും. അങ്ങനെ ഫിൻറോട്ട് പോലുള്ള ക്ലൗഡിയായി അങ്ങനെയുള്ള പ്രത്യേകിച്ച് നമ്മൾ ഏഞ്ചലും ഫൈറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് ക്ലൗഡിയായി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരാറുണ്ട്. കണ്ണിൽ പാട തന്നെ. അത് മെയിനായിട്ട് അഴുക്ക് വെള്ളം പെട്ടെന്ന് മാറ്റി പുതിയ വെള്ളം നിറയ്ക്കുമ്പോഴാണ് ആ സാധനം തന്നെ. നമ്മള് വെള്ളം അഴുക്കാണല്ലോ, എന്ന് മീനിന്റെ വെള്ളം മാറ്റിക്കളയാന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് വെള്ളം അങ്ങോട്ട് മാറ്റും. അപ്പൊ മീന് ഓക്സിജൻ ഉള്ള മീനാണെങ്കിൽ വെള്ളമാണെങ്കിൽ മീൻ ചാവില്ല. പക്ഷെ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മീൻ വരും. കണ്ണിന്റെ ലെങ്സ് ഡാമേജ് ആയിപ്പോ. കാരണം
അത് കിടന്ന ടാങ്കിലെ pH കൂടുതലായിരിക്കും. ഇപ്പൊ 7.5 അല്ലെങ്കിൽ 8 ഉണ്ടാവും. നമ്മൾ ഒറ്റയടിക്ക് വെള്ളം മാറ്റുമ്പോൾ അത് 6 ആവും. അപ്പൊ മീൻ ഓൾറെഡി ആ അഴുക്കുവെള്ളത്തിൽ കിടന്ന് വയ്യാതിരിക്കണായിരിക്കും. പെട്ടെന്ന് pH ഷോക്കും കൂടി വരുമ്പോൾ രീതിയിലേക്ക് എണ്ണ ഒഴിക്കണ പോലെ മീനാകാം ഇത് വന്നിട്ട് മീൻ പെട്ടെന്ന് ഡാമേജ് ആവും. അതിന്റെ ഗിൽസും അതിന്റെ കണ്ണൊക്കെ പെട്ടെന്ന് പോകും. ഇതുപോലെ ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ ഈ വെള്ളത്തിന്റെ പാരാമീറ്റേഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഏഞ്ചലോ ഡിസ്കസോ അല്ലെങ്കിൽ നമ്മുടെ ഓസ്കാറൊക്കെ മുട്ടയിടുമ്പോൾ അത് പെട്ടെന്ന് ഫംഗസ് അടിച്ചു പോകാനുള്ള ഒരു പ്രശ്നം ഇത് ഒരു പരിധിവരെ വെള്ളത്തിന്റെ പ്രശ്നം കൂടി ഇല്ലേ ഇതില്? അത് നമ്മൾ അറിയണ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ ഏഞ്ചലും ഓസ്കാറൊക്കെ ചുമ്മാ മുട്ടയിടില്ല. അവര് വെള്ളത്തിന്റെ കണ്ടീഷൻ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ അവര് മുട്ടയിടുള്ളൂ. ഇനിയിപ്പോ അഥവാ മുട്ടയിടാൻ മുട്ടി നിൽക്കുന്ന ഒരു മീനാണെന്നുണ്ടെങ്കിൽ മുട്ടയിട്ട് അവരപ്പം തന്നെ അത് കഴിക്കും. വെള്ളത്തിന്റെ കറക്റ്റ് അല്ലെങ്കിൽ അപ്പൊ ഞാൻ ഈ ടാങ്ക് നോക്കിയേ, ഈ ടാങ്കില് ഭയങ്കര അഴുക്ക് വെള്ളമാണ്. ഈ അഴുക്ക് വെള്ളത്തിൽ തന്നെ ഇരുന്നാണ് അവര് മുട്ടയിട്ടത്. ഇപ്പൊ കുഞ്ഞുങ്ങൾ ഈ സൈസ് ആയിട്ട് പോലും പ്രശ്നമില്ല. കാരണം അത് വെള്ളത്തിൽ അമോണിയ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലില്ല. കാരണം ഇതിനകത്ത് ഞാൻ 25% വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ 25% വാട്ടർ ചേഞ്ച് ചെയ്താൽ അതിന്റെ കളർ മാറൂല, തന്നെയായിരിക്കും. അപ്പൊ പക്ഷെ ഫുള്ള് വെള്ളം മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ഒരു ഫിഷ് എഗ് ചെയ്യുന്നത് എപ്പോഴും അതിന്റെ വാട്ടർ കണ്ടീഷൻ കറക്റ്റ് ആണെന്നുള്ളത് നമ്മളെക്കാളും കൂടുതൽ അറിയാവുന്നത് അവരുടെ ഫിഷിനായിരിക്കും. അപ്പൊ ഒരു ഏഞ്ചൽ ഫിഷ് മുട്ട ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ശരിയല്ല. കറക്റ്റ് പേരാണ് നമ്മൾ കാശ് കൊടുത്ത് കറക്റ്റ് പേര് വാങ്ങിച്ചു കൊണ്ടിട്ടും മുട്ട ഇടുന്നില്ല. അപ്പൊ വെള്ളത്തിൽ കിടക്കണ മീനിനെ അറിയുള്ളൂ. നമ്മൾ നോക്കുമ്പോ ഇതും വെള്ളം അതും വെള്ളം. പക്ഷെ അങ്ങനെയല്ല, ഒരു 100,000 വ്യത്യാസങ്ങൾ ആ വെള്ളത്തിലുണ്ടാവും. അത് മനസ്സിലാവുന്ന വെള്ളത്തിൽ കിടക്കണ ഈ ജീവികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ അവര് മുട്ടയിടില്ല. ഇനിയിപ്പോ മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ മുട്ട കഴിക്കും. അപ്പൊ നമ്മൾ അത് കൊടുത്ത് പേടിക്കണ്ട. പക്ഷെ മുട്ട ഫംഗസ് ആയി പോണതിന് വേറെ കണ്ടീഷൻസ് ഉണ്ട്. ഒന്നില്ല നമ്മള് മാറ്റി വെക്കുമല്ലോ. മുട്ട മാറ്റി വെക്കുന്ന സമയത്ത് മാറ്റി വെക്കപ്പെടുന്ന വെള്ളത്തിലുള്ള പാരാമീറ്റേഴ്സ് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മുട്ട ഇട്ടേക്കണ വെള്ളം ചിലപ്പോ 7 ആയിരിക്കും pH. നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ 30 വിചാരിക്കാം. നമ്മൾ മാറ്റി വെക്കണ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 28 pH 6 ആണെന്നുണ്ടെങ്കിൽ തീർന്നു, പ്രശ്നമായി. അപ്പൊ ഒന്നിലെ നമ്മൾ അങ്ങനെ മാറ്റി വെച്ച് വിരിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് എല്ലാവരും ചെയ്യണം. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഡിംഗ് ടാങ്ക്, അതായത് മുട്ടയിടുന്ന ടാങ്കുകളും മുട്ട മാറ്റി വെക്കാനുള്ള ടാങ്കുകളും ഒരേ റൂമിൽ അടുത്തടുത്തുള്ള സ്പേസിൽ ഒരേ സമയത്ത് വെള്ളം നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മുട്ടയിടുമ്പോൾ അപ്പൊ തന്നെ അവരെടുത്ത് മാറ്റി വെക്കുന്നു. മെറ്റിലും ബ്ലൂ കലക്കിയ വെള്ളത്തിലോട്ട് മാറ്റി വെക്കാം. അതിൽ സംഭവം ഹാച്ചോ, അപ്പൊ വലിയ പ്രശ്നം വരില്ല. നേരെ മറിച്ച് നമ്മൾ മുട്ടയിട്ടു അപ്പൊ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചു പിടിച്ച് മാറ്റി വെക്കാണെന്നുണ്ടെങ്കിൽ അത് പ്രയാസമായിരിക്കും. അതൊരു കാരണം മുട്ട വിരിയാത്തത്. ഇനിയിപ്പോ വേറെ കാരണം വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഫെർട്ടൈൽ ആവാത്തത്. ഇപ്പൊ വേറെ മീനുകൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കുറെ മീനുകൾ ചുറ്റുപാടും ഉണ്ട്. അവർ ആക്രമിക്കും എന്നുള്ള പേടി കാരണം. അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ വന്ന് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കാം. നമ്മൾ വെറുതെ വന്ന് മീനുകളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ഏഞ്ചലൊക്കെ ശരിക്കും ഒരു ടാങ്കിൽ പലതരം ഫിഷിനായിട്ടാലും കുഴപ്പമില്ല, മുട്ടയിട്ടിട്ട് അവർ വിരിയിക്കുന്നു പറയണ പല വീഡിയോകളും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഞാനിപ്പോ വലിയൊരു ടാങ്കില് ഏഞ്ചലിനെ ഇട്ടിട്ട് അതിനകത്ത് ഒരു കുഞ്ഞുങ്ങള് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ആവണ വരെ അവർ നോക്കും. കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ മറ്റുള്ള മീനുകൾ ഒന്ന് പിടിച്ചു തിന്നും. വലിയ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ അടുത്തോട്ട് അടുപ്പിക്കാതെ അവര് പ്രൊട്ടക്ട് ചെയ്യും. ഏഞ്ചൽ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൊട്ടക്റ്റീവ് കണ്ട. അവര് ഭയങ്കരമായിട്ട് അഗ്രസീവാണ്. അവര് നമ്മള് കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരണ്ട. ഒരു ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഫിഷാണ് ഇത്. കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈ കാണിച്ചാൽ തന്നെ. അപ്പൊ അതേപോലെ മറ്റുള്ള മീനുകൾ വന്നാലും ഇവർ ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇതുപോലെ പല ഭാഗത്തോട്ടും പോയി കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് മറ്റുള്ള മീനുകൾ പിടിച്ചു കഴിക്കും. അപ്പൊ ബ്രീഡ് ചെയ്യിക്കാനുള്ള മീനാണെങ്കിൽ എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അത്രയും, കാരണം പ്രകൃതിയിൽ ഇപ്പൊ ഒരു ഏഞ്ചലിനെ നോക്കിക്കഴിഞ്ഞാൽ 500-1000 കുഞ്ഞുങ്ങളൊക്കെ അതിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നേച്ചറിൽ ഒരിക്കലും അത്രയും കുഞ്ഞുങ്ങൾ സർവൈവ് ആവില്ല. 500 മുട്ട വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ജീവിക്കുള്ളൂ. കാരണം ബാക്കിയുള്ളത് മറ്റുള്ള ജീവികൾ പിടിച്ചു കഴിക്കും. അപ്പോൾ പക്ഷെ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞ ഒരു ടാങ്കില് 500 കുഞ്ഞു വിരിഞ്ഞാൽ 500 കുഞ്ഞിനെ നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കണേ. RTM അതും ഇതൊക്കെ കൊടുത്ത്. ഇതിലിപ്പോ നമ്മുടെ അടുത്ത് ഒരൊറ്റ കുഞ്ഞു പോലും ചാവണില്ല. ചാവണമെങ്കിൽ വലുതായി കഴിയുമ്പോൾ ടാങ്കിലോട്ട് മാറ്റി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലേ അങ്ങനെ വരുന്നുള്ളൂ. അതാണ് ഒറ്റ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് ചെറുതായിരിക്കുമ്പോൾ ചാവണില്ല. കാരണം നമ്മൾ കറക്റ്റ് ടൈമിൽ അതിന്റെ വാട്ടർ പാരാമീറ്റേഴ്സ് നോക്കുന്നു, കറക്റ്റ് ടൈമിൽ RTM കൊടുക്കുന്നു, അതിന്റെ പെല്ലറ്റ് ഫീഡുകൾ കൊടുക്കുന്നു. ശരിക്കും അപ്പൊ ഇവർക്ക് ഈ 3 ഫിഷിനും ഒരേപോലെ തന്നെയാണോ വേസ്റ്റ് അതിൽ അടിഞ്ഞു കൂടിയാൽ എത്ര സമയം കൊണ്ട് മാറ്റണം ഇതിന്റെ വെള്ളത്തില്? വേസ്റ്റ് നമ്മൾ അടിഞ്ഞു കൂടുമ്പോൾ വേസ്റ്റിൽ നിന്നുണ്ടാവുന്ന അമോണിയാണ്. ഒന്നില്ല നമ്മള് എല്ലായ്പ്പോഴും വേസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല. ഇത്രയും ടാങ്കുകളിനകത്ത് നിന്ന് എല്ലാ ദിവസവും നമുക്ക് വേസ്റ്റ് ദിവസവും മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മുടെ ബയോളജിക്കൽ ഇതുള്ളത്, ഫിൽറ്റർ ഉള്ളത്. ബയോളജിക്കൽ ഫിൽറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ബയോളജിക്കൽ ബാക്ടീരിയാസ് ഉണ്ട്. നൈട്രോസോമോണസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട്.
അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അമോണിയ, ഫിഷിന്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമോണിയാണ്. അമോണിയനെ നൈട്രൈറ്റ് ആയിട്ട് മാറ്റും. അമോണിയേക്കാളും ടോക്സിക് ആണ് നൈട്രൈറ്റ്. നൈട്രൈറ്റ് പോയിസൺ വന്നു കഴിഞ്ഞാൽ മീനിന്റെ ഗിൽസ് ഒക്കെ ബേൺ ഔട്ടായി മീൻ ചത്തുപോകും. അമോണിയ ബ്ലഡിൽ കലർന്ന പിന്നെ ആ മീൻ രക്ഷപ്പെടുകയില്ല. നൈട്രൈറ്റ്. ഇനി വേറൊരു ബാക്ടീരിയ എന്ത് ചെയ്യും, നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റും. നൈട്രേറ്റ് ടോക്സിക് അല്ല, അത് വെള്ളത്തിലുണ്ടെങ്കിലും കുഴപ്പമില്ല. നൈട്രേറ്റ് ആണ് ചെടികൾ വലിച്ചെടുക്കണത്. ചെടികൾ ഒരിക്കലും അമോണിയ നൈട്രേറ്റും വലിച്ചെടുക്കില്ല. നൈട്രേറ്റ് ആക്കി മാറ്റിയ സാധനത്തിന് നൈട്രജൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെടികൾ അത് വലിച്ചെടുക്കുന്നത്. അപ്പൊ പ്ലാന്റ് ടാങ്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പിടിക്കാല്ല, വെള്ളമേ മാറ്റണ്ട. അപ്പൊ ശരിക്കും നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? പ്ലാന്റ് ചെയ്യണ നല്ലതാണ്. ഇനിയിപ്പോ പ്ലാന്റ് വെച്ചില്ലെങ്കിൽ അടിയിൽ ഇത് മെറ്റൽസ് ഇരിക്കുക. ഇപ്പൊ ഈ അടിയിൽ കല്ലുകളുള്ള ടാങ്കിന്റെ പ്രത്യേകത എന്താണ്, ആ കല്ലുകളിൽ നിറച്ച് ഞാൻ ഈ പറഞ്ഞ ബാക്ടീരിയകൾ വളരും. അപ്പൊ ബാക്ടീരിയയുടെ ബെഡാണത്. അപ്പൊ അതിനകത്ത് ഇഷ്ടംപോലെ ബാക്ടീരിയകൾ എന്ത് ചെയ്യും, അവരിങ്ങനെ കണ്ടിന്യൂസ് പണിയെടുത്തോണ്ടിരിക്കുകയായിരിക്കും. അമോണിയ മീനിന്റെ വേസ്റ്റിന് അമോണിയനെ നൈട്രേറ്റ് ആക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ടാങ്കിലെ വെള്ളമേ മാറ്റേണ്ടി വരില്ല കുറെ കാലത്തേക്ക്. പിന്നെ നൈട്രേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ചേഞ്ച് മാത്രമേ പോസിബിൾ ഉള്ളൂ, ചെടിയില്ലാന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ നമുക്ക് അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ബെഡ് ഇപ്പൊ നമ്മള് ബ്രീഡിംഗ് ടാങ്കുകളിൽ നമുക്ക് ഇതുപോലെ കല്ലൊന്നും വിരിക്കാൻ പറ്റില്ല. കല്ല് വിരിച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്പോഞ്ച് ഫിൽറ്റർ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ട. അല്ലെങ്കിൽ ഈ ഫിൽറ്റർ നോക്കും. ഇതിൽ നമ്മള് ഒരു ബോട്ടിൽ എടുത്തിട്ട് ബോട്ടിലിന്റെ പകുതി നമ്മൾ മെറ്റൽ അരച്ചിട്ടുണ്ട്. മെറ്റലിന്റെ മുകളിൽ നമ്മള് നമ്മുടെ റെക്രോൺ അത് ഫുള്ള് കുത്തി നിറച്ചേക്കാം. എന്നിട്ട് അതിന്റെ നടുക്ക് ഒരു പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ സാധാരണ സ്പോഞ്ച് ഫിൽറ്റർ. ഇപ്പോഴത്തെ സ്പോഞ്ച് ഫിൽറ്റർ എന്ന് വെച്ചാൽ ഇതേ സ്പോഞ്ച് ഫിൽറ്ററിന്റെ സെയിം വർക്കിംഗ് അല്ല. അടിയിൽ എയർ മുകളിലേക്ക് വരുന്നു, കണ്ട. മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, എല്ലാം കൊപ്പിയുടെ ചുറ്റും തുളയിട്ടിട്ടുണ്ട്. ആ തുളയുള്ള വെസ്റ്റ് മാത്രമേ അഴുക്കുള്ളൂ. അപ്പൊ അഴുക്കൊക്കെ അവിടെ അടി. അപ്പൊ ആ പഞ്ഞി മാത്രം എടുത്ത് ക്ലീൻ. അടിയിലുള്ള പഞ്ഞി കണ്ടോ, വൈറ്റ് ആയിട്ടിരിക്കണം. അപ്പൊ അതായത് നമ്മുടെ മെറ്റലിലേക്ക് ഒരിക്കലും, മെറ്റലിലാണ് ബാക്ടീരിയ വളരണം, മെറ്റലിലേക്ക് അഴുക്ക് വരരുത്. മെറ്റലിലേക്ക് അഴുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ വളരാനുള്ള സർഫേസ് ഏരിയ പോകും. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഫിൽറ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ 1 മാസം കഴിഞ്ഞാലും വെള്ളം മാറ്റണ്ട. അത് ഞാൻ ചെയ്തതാണ്. സ്പോഞ്ച് ഫിൽറ്ററിനേക്കാൾ ഒരു 10 ഇരട്ടി പവർഫുൾ ആണ്. പിന്നെ അത് ഉണ്ടാക്കാൻ ഇച്ചിരി മെനക്കേടായതുകൊണ്ട് ഞാൻ കുറച്ച് ടാങ്കിലൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ സ്പോഞ്ച് ഫിൽറ്റർ തന്നെയാണ്. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു ഫിൽറ്റർ ഇവിടെ ഉണ്ട്. മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന ഇതാ കണ്ടോ, മുകളിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കണ. അതാ അടിയിലുള്ള അഴുക്കൊക്കെ വലിച്ചെടുത്ത് ബാക്ടീരിയയുടെ മീഡിയത്തിലൂടെ കടന്നുപോയി അഴുക്കൊക്കെ മുകളിലുള്ള സ്പോഞ്ചിലടിയും. അടിയിലുള്ള ബാക്ടീരിയ കൂടെ പോയി ബാക്ടീരിയ അപ്പൊ കണ്ടിന്യൂസ് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിപ്പുണ്ടാവും. ഫ്രഷ് വെള്ളമാക്കിയിട്ട് മുകളിലേക്ക് പമ്പ് ചെയ്യും. അപ്പൊ അടിയിൽ നിന്ന് അഴുക്ക് വലിച്ചെടുത്തിട്ട് മുകളിലേക്ക് അതാണ് ആ ഫിൽറ്റർ. ആദ്യം ശ്രദ്ധിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ പറഞ്ഞ ഈ അമോണിയ കൂടിയിട്ടുണ്ടോ നൈട്രൈറ്റ് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ കടയിൽ അതിന്റെ കിറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആദ്യത്തെ കുറച്ചു കാലം അതൊക്കെ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കുക. വെള്ളത്തിന്റെ നമ്മൾ pH കിറ്റ് എല്ലായിടത്തും കിട്ടുന്നതാണ്. 110 രൂപ എന്തോ ഉള്ളൂ, 190 എന്തോ. അത് വാങ്ങിക്കുക. pH കിണറിലെ pH നോക്കുക. നമ്മുടെ ഓരോ ടാങ്കിലെ വെള്ളം എടുത്ത് pHകൾ നോക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് pH ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ അമോണിയ നൈട്രേറ്റ് അതിന്റെ ഒക്കെ കിറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലെ തന്നെ ടെസ്റ്റ് ട്യൂബിൽ അത് അതിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് നോക്കണമെന്നുള്ളത്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ കുറച്ചു കാലം നമ്മൾ അതൊക്കെ വെച്ചിട്ട് മീൻ വളർത്തി തുടങ്ങുക. ആദ്യം തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ആദ്യം കുറച്ച് കാശ് മടക്കേണ്ടി വരും. തുടക്കത്തിലെ ഫിഷ് എന്തായാലും ചത്തുപോകും കുറെ. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു അബദ്ധം കാരണമായിരിക്കും ഫിഷ് ചാവുന്നത്. അപ്പൊ നമ്മൾ അനുഭവം ഗുരു എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കുക. അപ്പൊ അതിന് ആകപ്പാടെ വേണ്ടത് നല്ല ക്ഷമ വേണം, നല്ല രീതിയിൽ സമയം ഇതിനകത്തോട്ട് സമയവും അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഹാർഡ് വർക്കും പിന്നെ അതിനോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ബൾക്കായിട്ടൊക്കെ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഹോബിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് 1-2 അക്വേറിയം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം. പക്ഷെ നമ്മളൊരു ഇൻകം സോഴ്സ് എന്നുള്ള നിലയ്ക്ക് ബൾക്കായിട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് പൈസ നമ്മൾ ഫുള്ള് മുടക്കേണ്ടി വരും. മുടക്കണ ഹോബിസ്റ്റ് ആണെങ്കിലും മുടക്കണം. പക്ഷെ വരുമാനം ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ എന്തായാലും പൈസ പോവും. ഹോബിസ്റ്റ് പൈസ മുടക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ പോയാലും കുഴപ്പമില്ല, ഹോബിയാണ്. ഇപ്പൊ നമ്മള് പാർക്കിൽ പോയാലും എന്തായാലും പൈസ കൊടുക്കണം. അപ്പൊ നമുക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി പൈസ മുടക്കുന്നു പോകുന്നു. പക്ഷെ വരുമാനം ഉദ്ദേശിച്ച് പലരും മീൻ വളർത്താൻ കണ്ടുമാനം പൈസ ഇറക്കി വളർത്തുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഇതില് പൈസ പോയി കഴിയുമ്പോൾ വിഷമം ഉണ്ടാവും. പറഞ്ഞു വന്ന ഇതാണ്. അതാണ് ഹോബിസ്റ്റും വരുമാനത്തിന് വേണ്ടി മീൻ വളർത്തുന്നവരും പൈസ മുടക്കുന്ന തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ. ഹോബിസ്റ്റ് പൈസ മുടക്കുമ്പോ പൈസ മീൻ ചത്തുപോയാലും വിഷയമില്ല. മറ്റാള് മീൻ ചത്തുമ്പോ വിഷമം ഉണ്ടാവും. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, മീൻ ചാവുള്ളത് ചാവും. പക്ഷെ നമ്മള്
എന്തായാലും അത് നമ്മൾ തരണം ചെയ്ത് ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് ബൾക്കായിട്ട് ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്ത ഇതിൽ കാശ് മുടക്കാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് കുറെ പേര് ഒന്ന് ഫിഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവര് വീട്ടിലെ വലിയ ആൾക്കാരൊക്കെയാണ്, പക്ഷെ അവര് ഗൾഫിൽ നിന്നൊക്കെ വന്ന ആൾക്കാര് കണ്ടമാനം പൈസ ഒക്കെ മുടക്കി വീട്ടുകാരോട് പോലും പറയണ്ട, വീട്ടിൽ ചോദിക്കുകയാണെങ്കിൽ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഫിഷ് മേടിച്ചിട്ടുണ്ട്. വീട്ടുകാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ വേറെ സാധനം കൊടുത്ത് വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞു. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടുകാരോട് നമ്മൾ പറയില്ല പൈസ കൊടുത്ത് മേടിച്ചാന്ന്. പൈസ കൊടുത്തായിരിക്കും മേടിച്ചിട്ടുണ്ടാവും, അവൻ തന്നാണ് ഇവൻ തന്നാന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണെന്ന് 10,000, 12,000 ഒക്കെ ഫിഷ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെറുതെ അവിവേകം കാണിക്കരുത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഇതുപോലെ ഒരു ഇത് കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ കാശ് ഉണ്ടാക്കാം എന്നുള്ള വിചാരിക്കരുത്. ഞാനിപ്പോ തുടങ്ങിയിട്ട് ഒരു 5-8 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഏഞ്ചലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ പുതിയ ഫിഷുകള് 10,000, 12,000, 20,000, 30,000 ഒക്കെ കൊടുത്ത് പുറത്തുനിന്നൊക്കെ ഫിഷ് കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം എത്തും. പുറത്തുനിന്നുള്ള ഫിഷൊക്കെ നമ്മൾ ക്വാറന്റൈൻ ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ അതിനകത്ത് വേറെ കുറെ ടൈപ്പ് പാരസൈറ്റ് അതിലൊക്കെ വന്ന പാരസൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല, എല്ലാ ഫിഷ് അടിച്ചു പോകും. അപ്പോൾ നമുക്ക് ആ ഫിഷ് അങ്ങനെ ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ഫിഷ് വാങ്ങിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ നെറ്റിലൊക്കെ നോക്കി സ്റ്റഡി നടത്തുക. നല്ലോണം വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഓരോ ഫിഷിന്റെ പാരാമീറ്റേഴ്സ് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫിഷ് വാങ്ങിക്കാം. പക്ഷെ എന്നാലും ഫിഷ് ചാവില്ലെന്നല്ല പറഞ്ഞ, ഫിഷ് ചത്തുപോയാലും നമ്മള് അതിനെ ഇത് ചെയ്ത് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് പഠിച്ച് പഠനത്തിലൂടെ അതിനെ ശരിയാക്കി എടുക്കാം. അങ്ങനെയുള്ളവര് മാത്രമേ ഇത് ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അടുത്ത് ഏഞ്ചൽ ഇതൊക്കെ ചത്തുപോയിക്കണ കൈ കണക്കുമില്ല. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ എത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളൊന്നും അങ്ങനെയല്ല. ബൾക്കായിട്ട് ഇപ്പൊ നമ്മൾ 10,000-2,000 ഏഞ്ചലിനൊക്കെ കൊണ്ട് നമ്മൾ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തി വലുതാക്കി സെയിലാക്കണ സമയത്തിന് തൊട്ട് മുമ്പായിരിക്കും എല്ലാം തത്തുപോണത്. നിസ്സാരമായിട്ട് കറണ്ട് കട്ടായി കിടക്കും. ഇപ്പൊ പറമ്പിൽ ക്ലീൻ ചെയ്യാൻ ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ പറമ്പ് ക്ലീൻ ചെയ്യുന്നതിന്റെ ഒപ്പം ഒരു ടാങ്കിലേക്ക് പോയേക്കണ എയർ കണക്ഷൻ പോയി. 1,200 അടുത്ത് ഏഞ്ചൽ ഉണ്ടായിരുന്നതാണ്. അതായത് നമ്മള് ഫുൾ സൈസ് പ്ലാറ്റിനം വൈറ്റ് 85-90 രൂപ കൊടുക്കണ ഏഞ്ചല് 1,200 അടുത്തുള്ള എണ്ണ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 600 എണ്ണമാണ് ചത്തു. 600 എണ്ണം 600 സംതിങ് ചത്തു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് ഒരു ദിവസം നമ്മുടെ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അതായത് ഈ വെള്ളം മാറ്റാൻ പറഞ്ഞു. പകുതി വെള്ളം മാറ്റി പകുതി വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വെള്ളം മാറ്റിയിട്ട് പകുതി പുതിയ വെള്ളം കിണറിൽ നിന്ന് അടിച്ചു നിറച്ചു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊന്നും കൊടുക്കാണ്ടില്ല, വെറുതെ ടാങ്കിൽ മുക്കിയിട്ട് നിറച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ എല്ലാ മീനും അടിയിൽ മണൽ വിരിച്ചിട്ട പോലെ കിടക്കണ. ഇനി അത് കൂടാണ്ട് അതിപ്പോ അവരെ കുറ്റം പാടില്ല. ഇപ്പൊ ഞാനാണെങ്കിലും പറ്റും, നമുക്ക് ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഭാഗത്ത് അതിന്റെ ടീമിൽ ചത്തുപോയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് തന്നെ ഒരു ദിവസം നോക്കി കഴിഞ്ഞപ്പോ ഇത് ഡിക്യാപ്പ് ടീമി അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മള് ഡിക്യാപ്പ് ടീമി കൊണ്ടുവന്ന് കൊടുത്തു. ഡിക്യാപ്പ് ടീമി ഇട്ട് കൊടുത്തപ്പോ മീൻ ചടപടയെന്ന് പറഞ്ഞാൽ കഴിച്ചോണ്ടിരിക്കണേ. വാനിക്കോരി ഇട്ട് കൊടുത്തു. പിറ്റേ ദിവസം നോക്കിയപ്പോ എല്ലാത്തിനെ വയറുവരുത്തെല്ലാം ചെത്തി. അത് പിന്നെ ഡിക്യാപ്പ് ടീമി കൊടുത്തിട്ടില്ല. അപ്പൊ അതാ പറഞ്ഞ ഇപ്പൊ ഈ കഥ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മള് കുറെ ഫിഷ് നമുക്ക് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതോടത്ത് വിഷമിച്ചിട്ടേ ആയില്ല. പിന്നെ ഫിഷ് ലോസ് ആവുന്ന നമുക്ക് താങ്ങാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഫിഷ് വളർത്താതിരിക്കുക. അത് 1-2 ടാങ്കിൽ നമ്മള് നമ്മുടെ ഒരു അതിനോടുള്ള ഒരു താല്പര്യം എന്ന നിലയ്ക്ക് ഹോബി ആയിട്ട് കൊണ്ടു കിടക്കാം. ഫിഷിനടക്കം വാങ്ങിച്ച് പുതിയ ഫിഷിനൊക്കെ വാങ്ങിച്ചിടാം. അങ്ങനെയൊക്കെ ചെയ്യാം. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വാട്ടർ പാരാമീറ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടു. നോക്കൂ, എന്തോരം ഘടകങ്ങളാണ് നമ്മളൊരു ഫിഷിനെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നമ്മളിത് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോഴേക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്. എങ്കിൽ പോലും നമ്മൾ അഹോരാത്രം വർക്ക് ചെയ്താൽ നമുക്കിതിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിനെ ഭയങ്കര ആസ്വദിച്ച് ഇതിനെ വളർത്തിയെടുത്താൽ നമ്മളൊരു ക്യാഷിന് വേണ്ടി മാത്രമല്ല, അതിലുപരി ഇതിനോടുള്ളൊരു സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് നമുക്കൊരു വരുമാന മാർഗവും വേണം. അതോടൊപ്പം ഇവയെ നല്ല രീതിയിൽ നിലനിർത്തണം എന്നുള്ളൊരു ചിന്തയോട് കൂടി നമ്മളിത് ചെയ്താൽ 100% വിജയകരമാണ് എന്നാണ് നമ്മുടെ ശിവപ്രസാദ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലൂടെയും കൂടി നമുക്ക് പകർന്നു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുക. ഞാൻ ശിവപ്രസാദിൻ്റെ നമ്പർ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാരെല്ലാം അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു